ഹലോ എവരി വൺ. ക്ലാസ് +2 പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ റിസൾട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ കുട്ടിയുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡാണ്. ആ സീരീസിൽ തന്നെ ഏറ്റവും കുറവുള്ളത് വെർബൽ റീസണിംഗ് ആണ്. ഇത് രണ്ടും ആദ്യം കാണുമ്പോൾ ഒരു പ്രശ്നം തോന്നുന്നില്ലെങ്കിലും ഇവിടെ ശരിക്കും ഒരു പ്രശ്നം നമുക്ക് സൂക്ഷിച്ച് ഒബ്സർവ് ചെയ്താൽ കാണാൻ പറ്റും. അതായത് ഈ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡും വെർബൽ റീസണിങ്ങും തമ്മിലൊരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്. അതായത് ലാംഗ്വേജ് കൂടുന്നതനുസരിച്ച് വെർബൽ റീസണിങ്ങും കൂടണം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് 87.8% നിൽക്കുന്നു, വെർബൽ റീസണിങ് 62.3% നിൽക്കുന്നു. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഭയങ്കര ഹ്യൂജ് ആണ്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുക എന്നുള്ളതിന്റെ ഒരു റീസൺ, ഈ കുട്ടിക്ക് നന്നായിട്ട് ഭാഷ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതാണ് ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡിലെ റിഫ്ലക്ഷൻ. അത് ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡിന്റെ സബ്സെക്ഷനിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ സബ്സെക്ഷനുകളും ഈ കുട്ടിയുടെ പോസിറ്റീവാണ്. പക്ഷേ വെർബൽ റീസണിങ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഉള്ള ഭാഷ പ്രിസൈസ് ആയി വേറൊരാളിലേക്ക് മീനിങ് മാറാതെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സ്കിൽ സെറ്റാണ് വെർബൽ റീസണിങ് ചെക്ക് ചെയ്യുന്നത്. ഇത് യൂഷ്വലി ഡെവലപ്പ് ആകുന്നത് നിങ്ങളുടെ ക്ലാരിറ്റി ഓഫ് തോട്ടിലാണ്. ഈ ക്ലാരിറ്റി ഓഫ് തോട്ട് ഒരു കുട്ടിക്ക് ഡെവലപ്പ് ആകണമെങ്കിൽ അത് എഴുതി മാത്രമാണ് ക്ലാരിറ്റി ഉണ്ടാകുക എന്നൊരു കാര്യം. അപ്പൊ മോസ്റ്റ്ലി സംഭവിച്ചിരിക്കുക, ഈ കുട്ടിയുടെ ഭാഷ അടിപൊളിയാണ്, പക്ഷെ അതിനനുസരിച്ച് റിട്ടൺ ആയിട്ട് സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം മോസ്റ്റ് പ്രോബബ്ലി ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് ഹൈയും വെർബൽ റീസണിങ് ലോ ആയിട്ടുണ്ടാവുക. താങ്ക് യു സോ മച്ച്.